മെഡിക്കൽ കോളേജിന്റെ വെളിയിൽ ഉപേക്ഷിക്കപ്പെട്ട ആരുമില്ലാത്തവർ. അപ്പൊ ഞാൻ തുടർച്ചയായിട്ട് പിന്നെ സഹായിച്ചുകൊണ്ടിരുന്ന, ആഹാരവും, വസ്ത്രവും, ഭക്ഷണവും, മരുന്നും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന രവി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇന്നലെ മരിച്ചുപോയി. അതായത് രാത്രിയിലാണ് മരിച്ചത്. എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. ഞാൻ താമസിക്കുന്നത് 5 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഇന്ന് ചെന്നപ്പോൾ പറയുന്നു മരിക്കുകയും ഡെഡ് ബോഡി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം വളരെ നാളുകളായിട്ട് ഈ കഴിഞ്ഞ ദിവസമൊക്കെ വൈകുന്നേരം ചപ്പാത്തി, ഇഡ്ഡലി, ജ്യൂസ്, മരുന്നൊക്കെയാണ് ഞാൻ കൊതുകുവല, ഇങ്ങനെ വസ്ത്രം, ഇതൊക്കെ ഞാനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ആരുമില്ലായിരുന്നു. 2 കാലും ശേഷിയില്ലാത്ത ഒരാളിന് വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഇന്ന് എനിക്ക് ഒരുപാട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഹൃദയത്തിന് വിഷമം തോന്നി. സത്യം പറഞ്ഞാൽ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. പക്ഷെ അതിലൂടെ ഞാൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു എന്നുള്ളതല്ല. യേശുവിന്റെ സ്നേഹം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ആരും നോക്കാനില്ലാതെ ആ സാഹചര്യത്തിൽ ഇന്ന് ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയ ആ സ്ഥലത്ത് ഞാൻ കറിയും ചോറും ഒക്കെ കൊണ്ട് കൊടുക്കുന്ന പാത്രങ്ങൾ ഇരുന്ന് കണ്ടപ്പോൾ സത്യത്തിൽ എന്റെ ഹൃദയം തകർന്നുപോയി. അതുപോലെ നൂറുകണക്കിന് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഈ സ്ഥലത്ത് തന്നെയുണ്ട്.